നമസ്കാരം. ദേവനാഗരി ഹിന്ദി കോളേജിൻ്റെ ഹിന്ദി ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ പക്ഷി ഔർ ദീമക് എന്ന കഥയാണ്. പക്ഷി ഔർ ദീമക്, പക്ഷിയും ചിതലും, ശ്രീ മുക്തിബോധിൻ്റെ ഒരു മനോഹരമായ കഥയാണ്. ഈ കഥയിലെ പക്ഷി തൻ്റെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നു. അവസാനം ആ നഷ്ടപ്പെട്ട അസ്തിത്വം വീണ്ടെടുക്കാനായി പ്രയത്നിച്ച് പരാജയപ്പെടുന്നു. ഇവിടെ പക്ഷി വീണ്ടു വിചാരമില്ലാതെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന യുവതലമുറയുടെ പ്രതിനിധിയാണ്. ഇനി നമുക്കിതിൻ്റെ ആശയം മലയാളത്തിൽ നോക്കാം. ഒരു പക്ഷി അവൻ്റെ അച്ഛനോടും കൂട്ടുകാരനോടുമൊപ്പം ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കുമായിരുന്നു. ഒരു ദിവസം ആ പക്ഷി വഴിയിൽ ഒരു കാളവണ്ടി കണ്ടു. ബൽഗാഡി, കാളവണ്ടി. വണ്ടിയിൽ വലിയ ചാക്ക് നിറയെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആ വണ്ടിക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് പക്ഷി കേട്ടു: 2 ചിതലിനെ തരാം, ഒരു ചിറക് തരൂ. 2 ചിതലിനെ തരാം, ഒരു ചിറക് തരൂ. ആ പക്ഷിക്ക് ചിതൽ വലിയ ഇഷ്ടമായിരുന്നു. അവൻ ആകാശത്ത് ഉയരങ്ങൾ ഉപേക്ഷിച്ച് താഴേക്കിറങ്ങി. വണ്ടിക്കാരനുമായി പക്ഷി കച്ചവടം ഉറപ്പിച്ചു. തൻ്റെ ചുണ്ടുകൊണ്ട് ഒരു തൂവൽ കൊത്തിയെടുത്ത് വണ്ടിക്കാരന് കൊടുത്തു. പകരം 2 ചിതലിനെ വാങ്ങിച്ച് സന്തോഷത്തോടെ പറന്നു. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने बेटे को समझाने की कोशिश की. बेटा, दीमकें हमारा स्वाभाविक आहार नहीं है. उनके लिए अपने पंख तो कभी नहीं दिए जा सकते. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. अब उसने तो दूसरे कीड़े अच्छे लगते, न फल न अनाज के दाने. दिन बीत गए. उसके पंखों की संख्या लगातार बढ़ती चली गई. अब वह ऊंचाइयों पर उड़ न सकता. उसके परिवार वाले और मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. वह बहुत पिछड़ जाता. फिर भी दीमक खाने का शौक कम नहीं हुआ. धीरे धीरे उसका उड़ने की शक्ति कम होती गई. इस हालत में उसने सोचा कि आसमान में उड़ना व्यर्थ है, वह मूर्खों का काम है. കുറേ ദിവസം ഈ ഇടപാട് തുടർന്നുപോയി. അതായത് ഒരു ചിറക് കൊടുക്കുക, 2 ചിതൽ വാങ്ങുക. ഈ ഇടപാട് കുറേ ദിവസം തുടർന്നു പോയി. ഒരു ദിവസം പക്ഷിയുടെ അച്ഛൻ ഇത് കണ്ടു. ആ പക്ഷി മകനോട് ഇതിൻ്റെ ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. മകനെ, ചിതൽ നമ്മുടെ വർഗത്തിൻ്റെ സ്വാഭാവികമായ ആഹാരമല്ല. മാത്രമല്ല, അതിനായി സ്വന്തം ചിറക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നാൽ യുവാവായ പക്ഷി അച്ഛൻ പക്ഷിയുടെ വാക്ക് ചെവിക്കൊണ്ടില്ല. അവൻ അഹങ്കാരത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ അവന് കീടങ്ങളെ ഇഷ്ടമല്ല, പഴങ്ങൾ വേണ്ട, ധാന്യമണികളും വേണ്ട, പിന്നെ എന്ത് മതി? ചിതൽ മാത്രം മതി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞു പക്ഷിയുടെ ചിറകുകളുടെ എണ്ണവും കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇപ്പോൾ അവന് ഉയരത്തിൽ പറക്കാനേ കഴിയുന്നില്ല. അവൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ ഉയരത്തിൽ പറന്ന് മുന്നോട്ട് പോകുമ്പോൾ അവൻ തീർത്തും പിന്നിലായിപ്പോയി. പക്ഷേ ചിതൽ തിന്നാനുള്ള അവൻ്റെ അത്യാഗ്രഹത്തിന് ഒരു കുറവുമുണ്ടായി. കബി കബി गाड़ी वाला नहीं आता. पक्षी गाड़ी वाले की प्रतीक्षा में पेड़ की एक डाली पर बैठा. एक दिन पक्षी के जी में
न मालूम क्या आया, वह खूब मेहनत से ज़मीन में दीमकें चुन चुन कर इकट्ठा करने लगा। अब उसके पास दीमकों के ढेर हो गए। फिर एक दिन वह गाड़ी वाला आया। पक्षी को बड़ी खुशी हुई। उसने गाड़ी वाले से कहा, ये मेरी दीमकें ले लो और मेरे पंख मुझे वापस कर दो। गाड़ी वाला हंस पड़ा। उसने कहा, बेवकूफ़, मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं। गाड़ी वाला चला गया। पक्षी व्याकुल होकर रह गया। एक दिन एक काली बिल्ली आई। पक्षी उड़ न सका। बिल्ली उसे मूस में दबाकर चली गई। उस पक्षी का खून टपक टपक कर ज़मीन पर बूंदों की लकीर बना रहा था. ഇതിൻ്റെ മലയാളം നോക്കാം. ഏതാനും ദിവസങ്ങളായി ആ വണ്ടിക്കാരൻ വരാറില്ലായിരുന്നു. എങ്കിലും പക്ഷി അയാളെയും കാത്ത് മരക്കൊമ്പിലിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്തു പറ്റിയെന്നറിയില്ല, പക്ഷി വളരെ കഷ്ടപ്പെട്ട് മണ്ണിൽ നിന്നും ചിതൽ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ കൈവശം ധാരാളം ചിതലുകളുണ്ടായി. എന്നാൽ ഒന്നിനെപ്പോലും അവൻ തിന്നില്ല. ഒരു ദിവസം ആ പഴയ വണ്ടിക്കാരൻ അതുവഴി വന്നു. പക്ഷിക്ക് വളരെ സന്തോഷമായി. അവൻ വണ്ടിക്കാരനോട് പറഞ്ഞു, വണ്ടിക്കാരാ, ഈ ചിതലുകളെല്ലാം എടുത്തിട്ട് എൻ്റെ ചിറകുകൾ തിരിച്ചു തരൂ. ഇത് കേട്ട വണ്ടിക്കാരൻ ഉച്ചത്തിൽ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വിഡ്ഢി, ഞാൻ ചിതൽ കൊടുത്ത് ചിറക് വാങ്ങും, പക്ഷേ ചിതലിനെ വാങ്ങി ചിറക് കൊടുക്കാറില്ല. ഇത്രയും പറഞ്ഞ് വണ്ടിക്കാരൻ സ്ഥലം വിട്ടു. പക്ഷി ദുഃഖിതനായി അവിടെ ഇരുന്നു. അപ്പോൾ ഒരു കരിമ്പൂച്ച അതുവഴി വന്നു. പക്ഷിക്ക് പറന്നു രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പൂച്ച ആ പാവം പക്ഷിയെ കടിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോയി. ആ പക്ഷിയുടെ ചോര മണ്ണിൽ ഇറ്റിറ്റു വീണ് ചോരത്തുള്ളികൾ കൊണ്ട് വരച്ച ഒരു വര പോലെ കാണപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. പക്ഷി अपने पंख देकर दीमक लेता है, यहाँ പക്ഷി का कौन सा മനോഭാവ പ്രകട होता है? പക്ഷി സ്വന്തം ചിറക് കൊടുത്ത് ചിതലിനെ വാങ്ങുന്നു. ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഉത്തരം നോക്കുക. नौजवान पक्षी को अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है. आसानी से मिलने भोजन से संतुष्ट होने का മനോഭാവ उसमें है. പക്ഷിക്ക് സ്വന്തം ഭാവിയെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല. അധ്വാനിക്കാതെ എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് സംതൃപ്തനാകാനുള്ള മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हारगिज नहीं दिए जा सकते. यहाँ किस सच्चाई की ओर संकेत किया गया है? उत्तर नोക്കുക. वर्तमान दौर में संसार में सब कुछ बदल रहा है. हमारे खान पान में भी इसका असर पड़ रहा है. पहले हम अपने आसपास से मिलने वाले साग सब्जी फल मूल आदि खाया करते थे. बदलते जीवन परिवेश में खेती करने से हम विमुख हो रहे हैं. हम अपने स्वाभाविक भोजन को छोड़कर बनावटी चीज़ों के पीछे भाग रहे हैं, लेकिन अंततः उसका परिणाम बड़ा भयानक बनता है. शारीरिक, मानसिक और आर्थिक रूप से हम परास्त होते हैं. यहाँ का नौजवान पक्षी बहुराष्ट्रीय कंपनियों के चंगुल से में फंसने वाले वर्तमान समाज का प्रतीक है. കാലത്തിൻ്റെ മാറ്റങ്ങളുടെ ഫലമായി ലോകത്തിൽ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്വാധീനം നമ്മുടെ ഭക്ഷണ രീതിയിലും ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ
വീടിന് ചുറ്റുപാട് നിന്ന് കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ധാന്യങ്ങളുമാണ് ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കൃഷി ചെയ്യാൻ നാം മുന്നോട്ട് വരുന്നില്ല. വലിയ വലിയ കമ്പനികൾ അവരുടെ പരസ്യങ്ങളിലൂടെ നമ്മുടെ മസ്തിഷ്കത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നാം കൃത്രിമ ഭക്ഷ്യവസ്തുക്കളുടെ പിന്നാലെ പായുകയാണ്, അല്ലേ? തുടക്കത്തിൽ നമുക്ക് വളരെ രുചികരമായി തോന്നും. എന്നാൽ ക്രമേണ ഇതിൻ്റെ ഫലം ഭയാനകമായി തീരും. നാം ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പരാജയപ്പെടും. ഈ കഥയിലെ യുവാവായ പക്ഷി അന്താരാഷ്ട്ര കമ്പനികളുടെ പിടിയിലകപ്പെട്ടു പോയ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, പക്ഷി കാ ബേവകൂഫ് कहने के संबंध में आपकी राय क्या है? പക്ഷി വിഡ്ഢിയാണെന്ന് വണ്ടിക്കാരൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉത്തരം നോക്കുക. പക്ഷി के संबंध में पंख उसके अस्तित्व का आधार है. अपने पंख तोड़ कर देने से नौजवान पक्षी अपना अस्तित्व खोता है. अपनी गलती मालूम होने पर खोए हुए अस्तित्व को फिर से पाने का विफल प्रयास करता है, लेकिन वह धोखा खाता है. पंख सब नष्ट होने पर वह अपनी गलती समझता है. इसलिए പക്ഷി ബേവകൂഫ് ഹി ഹെ. ഇനി പക്ഷിയെ സംബന്ധിച്ച് ചിറക് അതിൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ്, അല്ലേ? ആ പക്ഷിയുടെ ചിറകുകൾ ഓരോന്നായി അടർത്തിക്കൊടുത്ത അതുവഴി പക്ഷി എന്താണ് ചെയ്യുന്നത്? തൻ്റെ സ്വന്തം ജീവനാണ് നഷ്ടപ്പെടുത്തുന്നത്. തെറ്റു മനസ്സിലാക്കിയപ്പോൾ നഷ്ടപ്പെടുത്തിയ അസ്തിത്വം വീണ്ടെടുക്കാൻ ഒരു വിഫല ശ്രമം പക്ഷി നടത്തുന്നുണ്ട്. എന്നാൽ പക്ഷി അതിൽ വിജയിക്കുന്നില്ല. ചിറകുകളെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് പക്ഷി തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് പക്ഷി വിഡ്ഢിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഈ പക്ഷി ഔർ ദീമക് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് യുവാവായ പക്ഷി. വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷിയാണിത്. എന്നാൽ പക്ഷി അലസ സ്വഭാവക്കാരനും ജോലി ചെയ്യാതെ അല്ലെങ്കിൽ അധ്വാനിക്കാതെ ഭക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് വണ്ടിക്കാരിൽ നിന്ന് 2 ചിതലിനെ വാങ്ങി പകരം സ്വന്തം തൂവൽ കൊടുക്കുന്നത്. സ്വന്തം ഭാവിയെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ അവന് യാതൊരു ചിന്തയുമില്ല. അച്ഛൻ്റെ വാക്കുകളെയും അവൻ വകവെക്കുന്നില്ല. പക്ഷേ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നിട്ടും നഷ്ടപ്പെട്ട അസ്തിത്വം തിരിച്ചു പിടിക്കാൻ പക്ഷി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അവൻ വിജയിക്കുന്നില്ല. ഈ പക്ഷി വീണ്ടും വിചാരമില്ലാതെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ഇന്നത്തെ യുവത്വത്തിൻ്റെ പ്രതിനിധിയാണ്. ഇത്രയുമാണ് ഈ പക്ഷി ഔർ ദീമക് എന്ന കഥയുടെ ആശയം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഈ പാഠഭാഗം 2-3 തവണ ശരിക്കും വായിക്കുക. അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ പാഠം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ധന്യവാദ്.